ഏറ്റുമാനൂർ ബ്ലോക്ക് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പറവകൾക്ക് ജീവജലം നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന സിബി ഐക്യര തൊണ്ടത്തലിന്റെ ഉടമസ്ഥതയിലുള്ള ഐക്യ ഗ്രീൻ ഗാർഡൻസിലാണ് മൺചട്ടികളിൽ വെള്ളം നിറച്ച് പക്ഷികൾക്കായി നൽകുന്നത്. വികസന സമിതി രക്ഷാധികാരി ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ എല്ലാ മനുഷ്യജീവികളെയോടൊപ്പം തന്നെ എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണുക എന്നുള്ളത് ഒരു ധർമ്മമാണ്, കടമയാണ്. മനുഷ്യന് മാത്രം ജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതല്ല ഈ ഭൂമി. ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള പക്ഷിമൃഗാദികൾ അടക്കം എല്ലാ ജീവനുള്ള ജീവജാലങ്ങൾക്ക് ഉറുമ്പിന് വരെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. അതുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കരുത് എന്നാണ് നമ്മുടെ ആപ്തവാക്യം. ജീവജാലങ്ങൾക്ക് വെള്ളം കൊടുക്കുക, ആഹാരം കൊടുക്കുക. സാധാരണ കാണുമ്പോൾ ഒരു പട്ടി നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ഉടനെ കല്ലെടുത്തെറിയും. ശരിയല്ല. അത് ഒരു ജീവിയാണ്, ജീവനുള്ളൊരു ജീവിയാണ്. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ് എന്നൊരു ധാരണ പൊതുവെ പറഞ്ഞത് അല്ലല്ല, മനുഷ്യന് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ അത്യാവശ്യം മാത്രം എടുക്കുക, ബാക്കി കൊടുക്കുക. നമുക്കും കൊടുക്കാൻ എടുക്കുക മാത്രമല്ല നമ്മുടെ കടമ, കൊടുക്കുക എന്നുള്ളത് കൊണ്ട് നമ്മുടെ കടമയാണ്. എല്ലാം എടുക്കുക അതല്ല മനുഷ്യൻ്റെ കടമ, കൊടുക്കുക എന്നുള്ളത് കടമ. നമ്മൾ എന്തെങ്കിലും ഈ ഭൂമി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും അതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം. പറയാറില്ല സാധാരണ ദാനം ചെയ്യണം എന്ന് പറയുന്നത് എന്താ? നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു നല്ല ഭാഗം നമ്മൾ കൊടുക്കണം. കൊടുക്കുന്നവർ ഏറിയിടും, കൊടുത്തില്ലെങ്കിലോ നശിച്ചു പോകും. സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവ് ജോജോ ജോർജ് ആട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി പ്രവർത്തകൻ കെ ബിനു അധ്യക്ഷത വഹിച്ചു. സെബാസ്റ്റ്യൻ വലിയകാല, ഹരി ഏറ്റുമാനൂർ, സിബി ചെറിയിൽ, AR രവീന്ദ്രൻ, ബി രാജീവ്, വിനീത് കുമാർ, രാധാകൃഷ്ണൻ ഇഞ്ചക്കാട്ടിൽ, അർച്ചന ഗിരീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്ലോക്ക് വികസന സമിതി സെക്രട്ടറി രാജു അബ്രഹാം സ്വാഗതവും സാബു ഐക്കര നന്ദിയും പറഞ്ഞു.